ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് അപ്പുറം. ജഗദീഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇന്ദുലക്ഷ്മി രചനയും സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ മൂവിയാണ് അപ്പുറം. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയാണ് ഡ്രാക്കുള എ ലവ് ടെയിൽ. ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിനെ ആസ്പദമാക്കി ലൂക്ക് ബെസൻ എഴുതി സംവിധാനം ചെയ്ത ഒരു ഹൊറർ റൊമാൻറ്റിക് ഫാന്റസി ചിത്രമാണ് ഡ്രാക്കുള എ ലവ് ടെയിൽ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയും നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി മാസം ഫസ്റ്റ് വീക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ്, കോട്ടയം രമേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. അടുത്തൊരു ഹിന്ദി ഡോക്യുമെന്ററിയാണ് ഹണിമൂൺ സെ ഹത്യ. ഒരു ട്രൂ ക്രൈം ഡോക്യുമെന്ററിയാണ് ഹണിമൂൺ സെ ഹത്യ. C5 ജനുവരി 9 മുതൽ ഈ ഡോക്യുമെന്ററി സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് പൂവ്. അനീഷ് ബാബു സംവിധാനം ചെയ്തൊരു സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ഫാമിലി ഡ്രാമ മൂവിയാണ് പൂവ്. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഇത്തിരി നേരം. സെറിൻ ഷിഹാബ്, റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഇത്തിരി നേരം. സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി കളങ്കാവൽ. ജിദ്രി കെ ജോസ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷങ്ങളെത്തുന്ന ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, രജീഷ വിജയൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 9 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് സർവം മായ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യൻ രചനയും സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സർവം മായ. ഈ ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ എന്നിവരും ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഗുസ്താഖ് ഇഷ്ക്. വിപു പുരി സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് മൂവിയാണ് ഗുസ്താഖ് ഇഷ്ക്. വിജയ് വർമ്മ, ഫാത്തിമ സന ഷെയ്ഖ്, നസറുദ്ദീൻ ഷാ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജനുവരി 23 റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തമിഴ് വെബ് സീരീസ് ആണ് ലവ് ബിയോണ്ട് വിക്കറ്റ്. ഒരു സ്പോർട്സ് ഡ്രാമ വെബ് സീരീസ് ആണ് ലവ് ബിയോണ്ട് വിക്കറ്റ്. വിക്രാന്താണ് ഈ സീരീസിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ. ആദിത്യ ദർ രചനയും സഹനിർമ്മാണവും സംവിധാനം നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. ഈ ചിത്രത്തിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, ആർ മാധവൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 285 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 30 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ഇന്നസെന്റ്. സതീഷ് തൻവി സംവിധാനം ചെയ്തൊരു കോമഡി ചിത്രമാണ് ഇന്നസെന്റ്. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മരക്കാർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സൈന പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ജനുവരി മാസം സർപ്രൈസായി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തൊരു മലയാളം മൂവിയാണ് എക്കോ. സന്ദീപ്, പ്രദീപ്, വിനീത്, നരേൻ, വിനു പപ്പു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബാഹുൽ രമേശ് രചനയും ദിൻജിത്ത് അയ്യത്താൻ സംവിധാനവും ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് എക്കോ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം ഡ്രാമ സീരീസ് ആണ് കേരള ക്രൈം ഫയൽ സീസൺ 3. അജു വർഗീസ്, ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഹമ്മദ് കബീർ രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ഡ്രാമ സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് സീസൺ 3. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജനുവരി മാസം സെക്കൻഡ് വീക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു കന്നഡ മൂവിയാണ് റിപ്പൻ സ്വാമി. ഒരു സൈക്കോളജിക്കൽ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് റിപ്പൻ സ്വാമി. കിഷോർ മുദ്ബദ്രിയാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. സിംപ്ലി സൗത്തിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഡ്രൈവ്. ജനൂസ് മുഹമ്മദ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഡ്രൈവ്. ആദി പിനിഷെട്ടി, മഡോണ സെബാസ്റ്റ്യൻ എന്നിവരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് കുങ്കി 2. മതി അർജുൻ ദാസ്, ശ്രീത റാവു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രഭു സോളമൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു
അഡ്വഞ്ചർ മൂവിയാണ് കുങ്കി 2. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി വെബ് സീരീസാണ് തസ്കരി. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസാണ് തസ്കരി. ഇമ്രാൻ ഹാഷിമാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 14 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് രജനി ഗാങ്. രജനി കിഷൻ ആൻഡ് ദിവിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി M. രമേഷ് ഭാരതി രചനയും സംവിധാനം നിർവഹിച്ച ഒരു ഹൊറർ കോമഡി മൂവിയാണ് രജനി ഗാങ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് 120 ബഹാദൂർ. ഫർഹാൻ അക്തർ, റാഷി ഖന്ന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റസനീഷ് റാസിക്കായ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ മൂവിയാണ് 120 ബഹാദൂർ. ആമസോൺ പ്രൈം വീഡിയോസാണ് ഇതിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരി 16 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു വെബ് സീരീസാണ് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് സീസൺ 2. ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ വെബ് സീരീസാണ് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് സീസൺ 2. സോണി ലിവിലൂടെ ജനുവരി 9 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും.